DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമൂഹത്തിൻ്റെ ഓരോ തട്ടിലുള്ളവർക്കും വ്യത്യസ്തങ്ങളായ രീതിയിൽ സാമ്പത്തിക സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് ലഭിക്കേണ്ട ഇത്തരം ആനുകൂല്യങ്ങളെക്കുറിച്ച് ഭൂരിഭാഗം ആളുകളും ബോധവാന്മാരല്ല. അത്തരത്തിൽ രാജ്യത്തെ അമ്മമാർക്ക് APL BPL വ്യത്യാസമില്ലാതെ 11,000 രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. രാജ്യത്തെ ഗർഭിണികളായ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ PMMVY. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഭക്ഷണവും മറ്റ് സുഖ സൗകര്യങ്ങളും ഉറപ്പാക്കാനായി നിശ്ചിത തുക സർക്കാർ ഈ പദ്ധതിയിലൂടെ നൽകും. ഗർഭകാലത്തും പ്രസവാനന്തരവും ജോലിക്ക് പോകാൻ കഴിയാത്ത അമ്മമാർക്കുണ്ടാകുന്ന വരുമാന നഷ്ടം പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. കൂടാതെ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ പോഷകാഹാരം ഉറപ്പുവരുത്തുക, മതിയായ വിശ്രമം നൽകുക, മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നിവയും ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് തുക കൈമാറുന്നത്. ആദ്യ പ്രസവത്തിന് 5,000 രൂപയാണ് സർക്കാർ നൽകുക. ഗർഭധാരണ സമയത്ത് നടത്തുന്ന രജിസ്ട്രേഷന് പിന്നാലെ ഇതിൽ 1,000 രൂപ ഗർഭിണികളുടെ അക്കൗണ്ടിലേക്ക് എത്തും. 6 മാസം കഴിഞ്ഞതിന് ശേഷം 2,000 രൂപയും, കുട്ടി ജനിച്ചതിന് ശേഷം ആദ്യ വാക്സിനേഷൻ പൂർത്തിയാക്കിയാൽ 2,000 രൂപയും കിട്ടും. രണ്ടാമത്തെ കുട്ടി ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഗുണഭോക്താവിന് 6,000 രൂപ ഒരൊറ്റ ഗഡുവായി ലഭിക്കും. ജനന ലിംഗാനുപാതം മെച്ചപ്പെടുത്തുന്നതിനും പെൺകുട്ടികളുടെ ജനനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് സർക്കാർ ഈ അധിക സഹായം നൽകുന്നത്. ഇതോടെ ഒരു കുടുംബത്തിന് ഈ പദ്ധതിയിലൂടെ ലഭിക്കാവുന്ന ആനുകൂല്യം 11,000 രൂപയാണ്. രണ്ടാമത്തെ കുട്ടി ആൺകുഞ്ഞാണെങ്കിൽ ഈ 6,000 രൂപ ലഭിക്കില്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ആദ്യ പ്രസവത്തിന് ആണായാലും പെണ്ണായാലും 5,000 രൂപ ലഭിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമാണ് ഇതിന് അർഹതയുള്ളത്. സർക്കാർ ജീവനക്കാർക്കോ മറ്റ് നിയമങ്ങൾ വഴി സമാനമായ പ്രസവാനുകൂല്യം ലഭിക്കുന്നവർക്കോ ഈ പദ്ധതിക്ക് അർഹതയില്ല. APL BPL വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ലഭിക്കുമെങ്കിലും APL കാർഡുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അതായത് കുടുംബത്തിൻ്റെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാം. വരുമാന പരിധിക്ക് പുറമെ അംഗവൈകല്യമുള്ള അമ്മമാർ, തൊഴിലുറപ്പ് കാർഡുള്ളവർ, കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളായ വനിതാ കർഷകർ, E-ശ്രം കാർഡുള്ളവർ, ആയുഷ്മാൻ ഭാരത് ഗുണഭോക്താക്കൾ തുടങ്ങിയവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. BPL റേഷൻ കാർഡുള്ളവർക്ക് മറ്റുപാധികളൊന്നുമില്ലാതെ തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള അംഗനവാടികൾ വഴിയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. അതായത് അംഗൻവാടികൾ വഴിയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഗർഭപരിശോധനകളുടെ റിപ്പോർട്ട് എന്നിവ സമർപ്പിച്ച് ഫോം പൂരിപ്പിച്ച് നൽകാം. അംഗനവാടികൾക്ക് പുറമെ PMMVY ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാവുന്നതാണ്. ഈ ആനുകൂല്യ പദ്ധതിയുടെ കൂടുതൽ അറിയിപ്പുകൾക്കായി അടുത്തുള്ള അംഗനവാടി സന്ദർശിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.